ഇപ്പോൾ റീൽസുകളിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വൈറൽ സ്നാക്ക് നിങ്ങൾ ഉണ്ടാക്കി കാണിക്കാൻ ഞാൻ തോന്നിയിരിക്കുന്നത് കേട്ടോ. നിങ്ങളും കുറേ അധികം പേര് കണ്ടിട്ടുണ്ടാവും, കുറേ പേര് ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഈ റീൽസിൽ കണ്ട് കൊതിമൂത്തിട്ടാണ് ഞാനും കഴിച്ചു തുടങ്ങിയത്. എന്തായാലും ആ ഒരു വൈറൽ ഐറ്റത്തിന് ആവശ്യമായ വിഭവങ്ങളൊക്കെ ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിലുള്ള കുറച്ച് കപ്പ വറുത്തതാണ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും ഐറ്റംസാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. അത് നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ. ഒരു മിക്സിയുടെ ജാറ് ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് ഇത്രയും ഐറ്റംസ് ഇട്ട് കൊടുക്കുകയാണ്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് ഡേറ്റ്സ് ആണ്. ഞാൻ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഡേറ്റ്സ്, ഒരു 10-12 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇടാൻ പോകുന്ന കുറച്ച് മുളക് പൊടിയാട്ടോ. ആ ചിപ്സിൽ കുറച്ച് എരിവുണ്ട്, ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഉപ്പ് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളിയാട്ടോ, നമ്മുടെ വാളൻപുളിയില്ലേ, അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇടുമ്പോൾ. എല്ലാം ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. ഇനി ഇതിലേക്ക് ഒഴിക്കുന്ന ഇതൊരു പകുതി നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അല്പം വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം വേണം. കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഓടി വരാം കേട്ടോ. ഞാൻ ആ മിക്സിനെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടേ. ഇങ്ങനെ ഒരു പേസ്റ്റാക്കി എടുത്തിട്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുക്കുന്ന കപ്പ വറുത്താണ്. കപ്പ വറ്റൽ എന്നൊക്കെ പറയും, കൊള്ളി എന്നൊക്കെ പറയും ചില ഭാഗത്ത്. കുറച്ചും കൂടെ നൈസായിട്ടും കട്ട് ചെയ്ത് കിട്ടാറുണ്ട്. ഈ കപ്പ വറുത്തതിന് പകരം ചിലർ ചക്ക വറുത്തത് കൊണ്ട് ചെയ്യാറുണ്ട്. ചില ചെറിയ മുറുക്കില്ലേ, ആ ചെറിയ മുറുക്ക് കൊണ്ട് ചെയ്യാറുണ്ട്. കാസർഗോഡ് ഭാഗത്തേക്ക് ഇത് കുറച്ച് ഫേമസ് ആകുന്നുണ്ട് ഈ സാധനം. എന്തായാലും നമുക്ക് ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയും മതി നമുക്ക് തൽക്കാലം. നമുക്ക് ഇതിലേക്ക് ഈ പേസ്റ്റ് ഇടണം കേട്ടോ. ഇതിന് ശരിക്കും ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആ വൈറൽ ചാട്ട് റെഡിയാണ്. ഇത് കണ്ടോ, കണ്ടാൽ തന്നെ ഒരു യമ്മി ലുക്കാട്ടോ. കാരണം ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്താ ക്രഞ്ചിനെസ് അല്ലേ. ഇതിലൊന്നും കഴിച്ചാൽ നിങ്ങൾ നിർത്തില്ല കേട്ടോ, വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. ശരിക്കും എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടേ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചാട്ട്സൊക്കെ കിട്ടല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ട്രൈ നോക്കൂ കേട്ടോ.